കേടായിപ്പോയ ഫോർഡ് കാറിൻ്റെ കഥയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതെ, ഒരാളിങ്ങനെ തൻ്റെ ഫോർഡ് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വഴിയിൽ വെച്ച് ഈ വാഹനം നിന്നുപോയി. തനിക്ക് അറിയാവുന്നതുപോലെ താൻ ഈ വണ്ടിയുടെ ബോണറ്റ് തുറന്ന് അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. എന്നാൽ താൻ എന്ത് ചെയ്തതിന് ശേഷവും ഈ വണ്ടി റൺ ചെയ്യുന്നില്ല. അദ്ദേഹം നിരാശനായിരുന്ന സമയത്ത് മറ്റൊരു വാഹനത്തിൽ ഒരാൾ വന്ന് ഈ വണ്ടിയുടെ അടുത്ത് വന്ന് നിന്നതിന് ശേഷം അദ്ദേഹം ആ ബോണറ്റ് ഒന്നുകൂടെ തുറക്കുവാൻ ആവശ്യപ്പെട്ടു. ആ ഇറങ്ങി വന്ന വഴിയാത്രക്കാരൻ വളരെ ചെറിയ സമയം കൊണ്ട് ഈ വാഹനത്തെ റീസ്റ്റാർട്ട് ചെയ്ത് ഓടിക്കത്തക്ക രീതിയിലാക്കി കൊടുത്തു. പോകാൻ നേരം വളരെ കൃതജ്ഞതയോടുകൂടെ വണ്ടി നന്നാക്കി കൊടുത്ത അദ്ദേഹത്തിന് കൈ കൊടുത്തതിന് ശേഷം ഈ യാത്രക്കാരൻ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ പേര്? അദ്ദേഹം മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ പേര് ഹെൻറി ഫോർഡ്. ഈ വാഹനം ഉണ്ടാക്കിയ കണ്ടുപിടിച്ച തലച്ചോറിൻ്റെ ഉടമയായിരുന്നു ആ വ്യക്തി. ഒരു ഫോർഡിൻ്റെ വാഹനം എന്തുകൊണ്ട് സ്റ്റാർട്ടാകുന്നില്ല എന്നുള്ളതിൻ്റെ സകല കാരണവും പെട്ടെന്ന് തന്നെ നാവിഗേറ്റ് ചെയ്ത് അതിനെ ഫിക്സ് ചെയ്യുവാൻ കഴിവുള്ള വ്യക്തിയാണ് ആ ഫോർഡ് വാഹനത്തെ കണ്ടുപിടിച്ച അതിൻ്റെ പുറകിലുള്ള വ്യക്തിയായ ഹെൻറി ഫോർഡ്. നമ്മുടെ ജീവിതം പലപ്പോഴും ഇങ്ങനെയായി തീരാറില്ലേ? ഒരു റണ്ണിങ് കണ്ടീഷനിലല്ലാതെ നമ്മുടെ ജീവിതം നിന്നു പോകുന്ന അവസ്ഥ. ആരെല്ലാം വന്ന് എന്തെല്ലാം ചെയ്താലും, ഈ ഭൂമിയിലുള്ള എത്ര പ്രഗത്ഭർ വന്ന് എന്തെല്ലാം കാട്ടിക്കൂട്ടിയാലും, നമുക്ക് തന്നെ അറിയാവുന്ന പല കാര്യങ്ങളും നാം ഉപയോഗിച്ചാലും ചില സമയത്ത് ഒരു പടി പോലും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാതെ സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥകൾ. അങ്ങനെയുള്ള അവസ്ഥകളിൽ നാം എന്ത് ചെയ്യണമെന്നറിയാമോ? ഒരു കാര്യം നാം അറിഞ്ഞിരിക്കണം, നമ്മുടെ ജീവിതത്തെ നാം അല്ല ഡിസൈൻ ചെയ്തത്. നമ്മുടെ ജീവിതത്തെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടത് ഒരു മനുഷ്യനല്ല. ഈ ഭൂമിയിലുള്ള പ്രഗത്ഭരായ ആരുമല്ല നമ്മളെ പണിതതും നമ്മളെ മെനഞ്ഞതും നമ്മളെ ഡിസൈൻ ചെയ്തതും. നമ്മളെ ഉണ്ടാക്കിയത് സ്വർഗത്തിലെ ദൈവമാണ്. നമ്മുടെ ഈ ജീവിതം തന്നെ അത് ദൈവത്തിൻ്റെ കൺസെപ്റ്റാണ്. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് നാം ഈ ഭൂമിയിൽ ആയിരിക്കുന്നത്. ആ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാലും അതിനെ കൃത്യമായി കണ്ട് അപഗ്രഥിച്ച് അതിനെ പരിഹരിക്കുവാൻ ദൈവത്തിന് മാത്രമേ ആത്യന്തികമായി കഴിയുകയുള്ളൂ. നമ്മുടെ ജീവിതം ഒന്ന് റണ്ണിങ് കണ്ടീഷനിലാക്കുവാനായി നമ്മൾ പലപ്പോഴും മനുഷ്യരെ ആശ്രയിക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ ആശ്രയിക്കാറുണ്ട്. ഈ ഭൂമിയിലെ സിസ്റ്റത്തെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തെ എങ്ങനെ റൺ ചെയ്യണമെന്ന്, എങ്ങനെ നമ്മളെ പറപ്പിക്കണമെന്നറിയാവുന്നത് ദൈവത്തിന് മാത്രമാണ്. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, ഓ ഗോഡ്, യു സെർച്ച്ഡ് മീ ആൻഡ് ഫൗണ്ട് മീ. ദൈവമേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവിതം നമ്മുടെ കർത്താവിന് ശോധന ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തുറന്നു കൊടുക്കേണ്ട ആ ബോണറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകളാണ്. നമ്മുടെ ആഗ്രഹങ്ങളും ചിന്തകളും സ്വപ്നങ്ങളുമെല്ലാം ഇരിക്കുന്ന ആ ഹൃദയവാതിൽ നാം ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി ദൈവത്തിന് പ്രവർത്തിക്കുവാൻ തക്ക രീതിയിൽ അതിനെ തുറന്നു കൊടുത്താൽ ദൈവം നമ്മുടെ ഉള്ളിൽ വന്ന് തൻ്റെ പദ്ധതി നമ്മുടെ മുൻപിൽ നിറവേറ്റുകയായി